ലങ്കയിലെ കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹനുമാനം കൊണ്ട് പറന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ത്രികുടാചലത്തിൻ്റെ ഒരു വിങ്ങാണ് ഈ മഹാമേരു. ആ മഹാമേരുവിൻ്റെ ഒരു എഡ്ജിലാണ് ഈ ലങ്ക പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ജലത്തിൻ്റെ ലെവലിൽ നിന്ന് 120 അടി പൊക്കമാണ് രാമായണത്തിൽ പറയുന്ന കണക്കനുസരിച്ച്. മേളിൽ നിന്ന് ആദ്യം കാണുന്നത് രാവണൻ്റെ കൊട്ടാരമാണ്. 10 നില ഹൈറ്റാണ്, 10 നില. അതിൻ്റെ മുകളിൽ വിമാനം ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ലങ്കാദഹനം ഹനുമാൻ ചെയ്തെങ്കിലും ഈ രാവണൻ്റെ കൊട്ടാരം തന്നെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഹനുമാൻ തൊട്ടില്ല. കാര്യം സീതാദേവി അവിടെ കണ്ടാൽ സീതയ്ക്ക് പരിക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഈ മെയിൻ കെട്ടിടങ്ങളെ ദഹിപ്പിച്ചില്ല ഹനുമാൻ. അത് ഒഴിവാക്കിയിട്ടാണ് ഈ ബാക്കിയുള്ള പബ്ലിക് പ്ലേസും ഒക്കെയാണ് കത്തിക്കുന്നത്. ഈ രാമായണം വായിക്കുന്ന ലങ്കയുടെ അതേ ഡിസൈൻ എടുത്ത് നോക്കിയാൽ ഇറ്റ് ക്ലോസ്ലി പാരലൽസ് മോഹൻജദാരോ സിന്ധു നദിയിലും 120 അടി പൊക്കത്തിലാണ് പണിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലിൽ ഒരു വലിയ കെട്ടിടമുണ്ട്, അതിന് ചുറ്റും 9 കെട്ടിടങ്ങളുണ്ട്. അതിന് തൊട്ടപ്പുറത്താണ് നമ്മൾ കാണുന്ന സ്വിമ്മിംഗ് പൂളും നമ്മൾ പറയുന്ന ഈ കുളം. അതിൻ്റെ തൊട്ടറിവിൽ കാണുന്ന മരം ഈ രാമായണത്തിൽ പറയുന്ന അതേ മരമാണ് കുളത്തിൻ്റെ സൈഡ് നിന്നിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മോഹൻജദാരോ ഇത്ര പാരലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി പോലീസ് ഉദ്യോഗസ്ഥനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലങ്കയിലെ കാഴ്ചയിൽ വളരെ പ്രത്യേകതയുള്ളൊരു സംഭവമുണ്ട്. അതായത് ലോകത്തിൽ ആദ്യമായി ഒരു പോലീസുകാരനെ പേരിട്ട് വിളിക്കുന്നത് ഈ ഹനുമാൻ വന്ന് മേളിൽ നിന്ന് താപ്പോട്ട് നോക്കുമ്പം 4 റോഡ് ചേരുന്നൊരു ജംഗ്ഷൻ, അവിടെ ഒരു പോലീസുകാരൻ ലാത്തിയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അവനെ വാത്മീകി വിളിക്കുന്ന പേരാണ് ദണ്ഡായുധധാരക. ദണ്ഡം ചെയ്യാനുള്ള ആയുധം ലാത്തി ധരിച്ചുകൊണ്ട് നിൽക്കുന്നവൻ. പക്ഷെ വൈദിക സംസ്കൃതം പഠിച്ചവർ പറയുന്നു അന്ന് ഈ ദണ്ഡാക്ക് അങ്ങനെ അർത്ഥമില്ലായിരുന്നു. ദണ്ഡം എന്ന് പറഞ്ഞാൽ നീതി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം നീതിയുടെ ആയുധം ധരിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് ഈ ലാത്തി ധരിച്ചിരിക്കുന്ന പോലീസുകാരൻ. അപ്പോൾ അന്നത്തെ സ്ട്രീറ്റ് പോലീസും ജംഗ്ഷനെ കൺട്രോൾ സിസ്റ്റവും രാവണൻ ഡെവലപ്പ് ചെയ്തിരുന്നുള്ളത് ഈ ഹനുമാൻ മേളയിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ അത്ഭുതകരമാണ്. അതുകൊണ്ട് ആർക്കിടെക്ചർ പഠിക്കുന്നവർക്ക് നല്ല രസമാണ് ഈ ലങ്കയിലെ കാഴ്ചകൾ.